89.6 FM സർഗക്ഷേത്ര. ഒക്ടോബർ 19 സൺഡേ മോർണിംഗ് ടൈമാണ് എസ് കെ ഹോട്ട്സ്പോട്ട്. ഞാൻ RJ സൂരജ്. ഇന്ന് എസ് കെ ഹോട്ട്സ്പോട്ടിൽ ചോദ്യങ്ങൾ RJ സൂരജ് ചോദിക്കുന്ന സമയത്ത് ഉത്തരങ്ങൾ നൽകാൻ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സന്നിധാനന്ദൻ. ഒരു അദൃശ്യ ശക്തിയാണ് എന്നെ കൈപിടിച്ച് ഉയർത്തിയത്. ശരിക്കും സന്നിധാനന്ദൻ അങ്ങനെ തന്നെയാണോ വിശ്വസിക്കുന്നത് ഇപ്പോഴും? അങ്ങയുടെ ചോദ്യം വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. കാരണം ഏതോ ഒരു അദൃശ്യ ശക്തിയാണ് എന്നെ കൈപിടിച്ച് ഉയർത്തുന്നത്. അപ്പോൾ അതേ അദൃശ്യ ശക്തി തന്നെയാണ് എന്നെ കാന്താരയിലേക്ക് എത്തിച്ചത്. 100% ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതചര്യയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും അല്ലെങ്കിൽ സംഗീത ജീവിതമാണെങ്കിലും ഓരോ വ്യക്തികളോടുള്ള ഇടപെടലുകളാണെങ്കിലും വളരെ പ്രഗത്ഭരായ വ്യക്തികളെ കാണാൻ കഴിയുന്നതും ഒക്കെ നമ്മളിൽ തന്നെയുള്ള ആ അദൃശ്യശക്തിയുടെ അനുഗ്രഹമാണ്. അത് തന്നെയാണ് കാന്താരയിലേക്കും കൊണ്ടെത്തിച്ചത്. എസ് കെ ഹോട്ട്സ്പോട്ടിൽ ഇനി 10 മണി വരെ സർഗക്ഷേത്ര 89.6 FM RJ സൂരജിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമായി ഒപ്പം വർത്തമാനങ്ങളും പാട്ടും ഒക്കെ ആയിട്ട് സന്നിധാനന്ദൻ ഉണ്ടാവും. ഗായകൻ സന്നിധാനന്ദൻ കാന്താരയുടെ എഫക്റ്റിലാണ്. സന്നി, ഒരു പാട്ട്. ആറ്റുനോട്ടൊരു മാടപ്പിറാവിനെ പോറ്റി വളർത്തിയതാരാണ്? ചോന്ന ചാമ്പയ്ക്ക ചുണ്ട് കടിച്ചിട്ട് ചോദ്യമെറിഞ്ഞവനാരാണ്? ഓ, കത്തണ വെയിലത്ത് ചന്ദിരൻ നിന്നപ്പോ പൊട്ടിച്ചിരിക്കണതാരാണ്? ഞാനോ നീയോ നാഗത്തറയിലെ നാവും നഖമുള്ള കൽവിളക്കോ? 89.6 FM സർഗക്ഷേത്ര. SK Hotspot. You're listening to Sargakshetra 89.6 FM SK Hotspot time. This is me RJ സൂരജ്. ഇന്ന് എസ് കെ ഹോട്ട്സ്പോട്ടിൽ നമ്മളുടെ ഗസ്റ്റ് റിയാലിറ്റി ഷോകളിലൂടെ വന്ന് ചലച്ചിത്ര പിന്നണി ഗായകനായി കാന്താര ലോകത്തിനു മുന്നിൽ വിസ്മയം തീർക്കുമ്പോൾ സന്നിധാനന്ദൻ എന്ന പേരും വെള്ളിത്തിരയിൽ ചർച്ചയാണ്. ഒന്നല്ല 2 പാട്ടുകളാണ് കാന്താരയിൽ പാടാൻ ഋഷഭ് ഷെട്ടി പറഞ്ഞത്. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് എന്താ പറയാ, അത് വളരെ വലിയൊരു മൊമെന്റ് ആയിരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത, ഞാനൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു പാട്ട് പാടുന്നു, അത് തിയേറ്ററിൽ കേൾക്കുന്നു, പോരുന്നു, നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതും ഇത്രയും ബ്രഹ്മാണ്ഡ ചിത്രമായ കാന്താരയില് ഒരു പാട്ട് പാടി പോകുന്നതിന് ശേഷം നമ്മുടെ ശബ്ദം മാച്ചായി ആ പാട്ട് ഫിക്സ് ആയതിനു ശേഷം 2 ദിവസം കഴിഞ്ഞ് ഇനി ആ പാട്ട് ഇല്ല കേട്ടോ, വേറൊരാളെ കൊണ്ട് പാടിപ്പിക്കും. അങ്ങനെ റീസെന്റ് അനുഭവം ഉണ്ടായി. ഒരു സിനിമയ്ക്ക് വേണ്ടി 3 പാട്ടുകൾ പാടിയപ്പോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പാടി കഴിഞ്ഞ് സ്റ്റുഡിയോന്ന് ഫിക്സ് ആയി. പിന്നെ പ്രൊഡക്ഷനിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു. എന്റെ വോയിസ് മാറ്റാനുണ്ടായത് റീസെന്റ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലാണ് അത് നടന്നത്. അപ്പോ അതും തെലുങ്ക് ഭാഷയിലാണ് പാടിയേക്കണത്. പക്ഷെ അതുപോലെ ആയിരിക്കുമോ ഇതും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അതല്ല, അതിന്റെ പ്രൊഡക്ഷനില് KD വിൻസെന്റ് സാറാണ് ഈ അവസരം എനിക്ക് കൊണ്ടുവന്ന് തന്നത്, എന്റെ വോയിസ് അയച്ചു കൊടുക്കാൻ പറയണതൊക്കെ. അപ്പോ അദ്ദേഹം വീണ്ടും വിളിക്കുകയാണ്, സന്നി ഒരു പാട്ട് കൂടി ഉണ്ട് കേട്ടാ, ഇതും കൂടെ ഒന്ന് പാടി നോക്ക്, ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2 പാട്ടിലേക്ക് എത്തുന്നത്. ആദ്യത്തെ ഈ റിബൽ സോങ് പാടിയതിനു ശേഷമാണ് ഈ പാട്ടിലേക്ക് എത്തുന്നത്. യെസ്, ചില സമയത്ത് ചിലരുടെ ഭാഗ്യങ്ങൾ ഏത് വഴി എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അതിനെ ആയിരിക്കാം ഒരു അദൃശ്യ ശക്തി എന്ന് സന്നിധാനന്ദൻ വിശേഷിപ്പിച്ചത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നു വെരി ബ്യൂട്ടിഫുൾ ട്രാക്ക്, സന്നിധാനന്ദൻ തന്നെ പാടിയിട്ടുള്ള ഓർഡിനറി എന്ന് പറയുന്ന സിനിമയിൽ നിന്ന്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. SK Hotspot on സർഗക്ഷേത്ര 89.6 FM. ഇന്ന് സൺഡേ SK ഹോട്ട്സ്പോട്ടിൽ RJ സൂരജിനൊപ്പം ഗസ്റ്റായിട്ട് ഈ ആഴ്ചയുള്ളത് വിശേഷങ്ങളുമായിട്ട് ചലച്ചിത്ര പിന്നണി ഗായകൻ സന്നിധാനന്ദനാണ്. സന്നി, ഒരു വേദിയിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വല്ലാതെയൊന്നും മോഹിക്കാറില്ല, ഒരുപക്ഷെ അങ്ങനെ മോഹിച്ചാൽ അതെനിക്ക് കിട്ടും എന്ന്. സന്നിധാനന്ദൻ എന്ന ഈ ഗായകൻ ഇനി മോഹിക്കുന്നത് ഏതൊരു മ്യൂസിക് ഡയറക്ടർക്ക് കീഴിൽ പാടാനാണ്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് എന്താ വെച്ചാൽ, ഒരു മ്യൂസിക് ഡയറക്ടറുടെ കീഴിൽ പാടുക എന്ന് പറയുന്നത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷങ്ങളായിരിക്കും അതെല്ലാം. അതിപ്പോ ആരാണ് മികച്ചു നിൽക്കുന്നത് എന്ന് പോലും നോക്കാതെ നല്ല പാട്ട് പാടാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്നെ കൊണ്ട് എൻ്റെ വോയിസ് മാച്ച് ചെയ്യാൻ പറ്റുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാവണേ. അത് അവർക്ക് കൃത്യമായ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ എനിക്ക് പറ്റണം. പിന്നെ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്?
മികച്ച എല്ലാ സംഗീത സംവിധായകരുടെയും കീഴിൽ പാടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ എല്ലാവരും മികച്ചതാണ്. കാരണം എന്നെ ഇപ്പോൾ ആൽബത്തിൽ പാടാൻ വിളിക്കുന്നവരാണെങ്കിലും കേവലം ഒരു യൂട്യൂബ് ചാനൽ, ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്, അവര് കമ്പോസ് ചെയ്യാൻ വിളിക്കുന്നത് ചില നമ്മൾ പോലും പേരറിയാത്ത പ്രശസ്തരല്ലാത്ത മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ പാട്ടൊക്കെ കമ്പോസിങ് സെക്ഷനൊക്കെ കേട്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ മികച്ചു നിൽക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാവരുടെയും പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സത്യം. ചില സമയങ്ങളിൽ ചില അവസരങ്ങൾ നമ്മളെ തേടി വരുമ്പം ചിലരൊക്കെ പറയാറുണ്ട് അത് ഭാഗ്യം കൊണ്ടാണെന്ന്. ഉറപ്പായിട്ടും ഭാഗ്യം കൊണ്ടായിരിക്കാം. എന്നാൽ കിട്ടിയ അവസരത്തെ, ആ ഭാഗ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുന്നവർ മാത്രമേ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളൂ. ഈ 2 പാട്ടുകളോട് കൂടി തന്നെ സന്നിധാനന്ദൻ എന്ന് പറയുന്ന ഈ ചലച്ചിത്ര പിന്നണി ഗായകൻ്റെ പേരും ചർച്ചയാണ്. ഋഷഭ് ഷെട്ടി നേരിട്ട് വിളിച്ചു 2 പാട്ടും നീ തന്നെ പാടടാ എന്ന് പറഞ്ഞിട്ടുള്ള ഗായകനാണ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ സർഗക്ഷേത്ര 89.6 FM RJ സൂരജിനൊപ്പം. വിശേഷങ്ങൾ എവിടെ തീരുന്നില്ല. കീപ് ലിസണിംഗ്. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. Welcome back to the show SK Hotspot on Sargakshetra 89.6 FM. This is me RJ സൂരജ്. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ചലച്ചിത്ര പിന്നണി ഗായകൻ സന്നിധാനന്ദനാണ്. ഇപ്പം സന്നിധാനന്ദൻ്റെ 2 പാട്ടുകൾ വൈറലാണ്. ആ സിനിമ ലോക വൈറൽ. യെസ്, മൂവിയുടെ പേര് കാന്താര. സണ്ണി, ഞാനിപ്പം ഒരു മെമ്മറി ടെസ്റ്റ് നടത്താൻ പോവാണ്. റൈറ്റ് നൗ ഒരു മെമ്മറി ടെസ്റ്റാണ്. ഈ ചലച്ചിത്ര ലോകത്തിലൂടെയുള്ള യാത്ര, അതായത് റിയാലിറ്റി ഷോയ്ക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് വന്നപ്പം ചെയ്ത പാട്ടുകൾ, പാടിയ പാട്ടുകൾ, സിനിമകൾ ഓർഡർ വൈസ് ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? എത്രത്തോളം ഉണ്ട്? സന്നിധാനത്തിൻ്റെ മെമ്മറി ടെസ്റ്റിന് ഇപ്പം SK ഹോട്ട്സ്പോട്ടിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സ്റ്റാർട്ട് നൗ. ഓർഡർ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 4 വരി സ്വർണ്ണ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് മോഹൻ സിത്താര സാറിന്റെ സംഗീത സംവിധാനത്തിലാണ് പാടിയത്. അത് കേവലം ഒരു കോറസിന്റെ ഒപ്പമൊക്കെ പോകുന്ന ഒരു വരി മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എനിക്കൊരു ഫുൾ സോങ് തന്നത് ശരത് സാറാണ്. ഐഡിയ സ്റ്റാർ സിംഗറിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത സംഗീത സംവിധായകരിൽ അല്ലെങ്കിൽ സംഗീതകാരന്മാരിൽ ഏറ്റവും എനിക്ക് അടുപ്പമുള്ള, എന്നിലെ കഴിവിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ആള് ശരത് സാറാണ്. ആളാണ് എനിക്കൊരു വഴി തുറന്നു തന്നത്. എനിക്ക് റെക്കോർഡിംഗ് വോയിസ് ഉണ്ടെന്നും നീ ധൈര്യമായിട്ട് റെക്കോർഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നും ഇന്ന തരത്തിലുള്ള പാട്ടുകൾ കേൾക്കണമെന്നും ഒക്കെ പറഞ്ഞു തന്നത് ശരത് സാറാണ്. ആ ഒരു കടപ്പാട് അവളോട് മറക്കില്ല. പിന്നെ ആദ്യം പാടിയത് സ്വർണം, രണ്ടാമതാണ് ശരത് സാറിന്റെ പുള്ളിമാൻ എന്ന് പറഞ്ഞ മണിച്ചേട്ടന്റെ പടം. പിന്നെ അങ്ങനെ കുറെ സിനിമകളുണ്ട്. ഓർഡിനറി, വിദ്യാസാഗർ സാറിന്റെ, പിന്നെ ബിജിപാൽ സാറ് കുറെ പാട്ടുകൾ തന്നിട്ടുണ്ട്. ഷെർലക് ടോംസ് ഉൾപ്പെടെ, ഗോഡ്സെ, അങ്ങനെ കുറെ പാട്ടുകൾ അദ്ദേഹത്തിന്റെ പാടിയിട്ടുണ്ട്. ഇനി ഇറങ്ങാനുള്ളത് ബിജിപാൽ സാറിന്റെ ഒരു പടം കൂടി ഉണ്ട്, പെരിങ്കളിയാട്ടം എന്ന് പറയുന്ന ഒരു ചിത്രം. അതില് ബിജിപാൽ സാറിന്റെ സംഗീത സംവിധാനത്തില് പാടിയിട്ടുണ്ട്. പിന്നെ ആര്യഭട്ട എന്ന് പറയുന്ന ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നു. ഒരു ഏകദേശം ഒരു 10-40-ലേറെ സിനിമകൾ പാടാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നത്. യെസ്, മെമ്മറിയുടെ കാര്യത്തിൽ സന്നിധാനന്ദൻ എന്ന് പറയുന്ന പ്ലേ ബാക്ക് സിംഗർ പൊളിച്ചു. ദിസ് ഇസ് മീ RJ സൂരജ് ഓൺ സർഗക്ഷേത്ര 89.6 FM. ഇത് SK ഹോട്ട്സ്പോട്ട് 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ടു SK ഹോട്ട്സ്പോട്ട്. പ്ലേ ബാക്ക് സിംഗർ സന്നിധാനന്ദനാണ് ഇന്നത്തെ നമ്മളുടെ ഗസ്റ്റ്. കാന്താര എന്ന് പറയുന്ന സിനിമയിലെ 2 പാട്ടുകൾ ഹിറ്റാണ് സന്നിധാനന്ദന്. ആൻഡ് സന്നി, വേറൊരു കാര്യം ഞാനിപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നോ ലാപ്ടോപ്പ്, നോ ഫോൺ, നോ ബുക്ക്, ഇതൊന്നുമില്ല. പക്ഷേ എത്ര പാട്ട് പാടിയാലും ലിറിക്സ് മനഃപ്പാടമാണ്, കൃത്യവും വ്യക്തവുമായിട്ട് സന്നി പാടാറുണ്ട്. ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടാൻ നിൽക്കുമ്പോൾ നമ്മൾ പാടിയതെല്ലാം കാണാതെയാണ്. ഒരു 100-ൽ ചില്ലുവാനും പാട്ടുകൾ നമ്മൾ കാണാതെ പാടും. ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ ഒരു ധൈര്യത്തിന് വേണ്ടി നമ്മൾ ലിറിക്സ് വെക്കും. കാരണം കാലങ്ങൾ കുറെ പിന്നോട്ട് പോകുന്നു. പിന്നെ പരമാവധി നമ്മൾ കാണാതെ എല്ലാം കാണാതെ പഠിക്കുക തന്നെയാണ് ചെയ്യുക. പക്ഷെ എന്നാലും ഒരു ധൈര്യത്തിന് നമ്മൾ നൊട്ടേഷൻ ബുക്ക് വെക്കും. ഓക്കെ, ഓൾ റൈറ്റ്. ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ടൈമിൽ നമ്മൾ വർത്തമാനം മാത്രമാക്കുക, ഒരു പാട്ട് കൂടി നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. സനി, ഒരു ഫോക്ക് ടൈപ്പ് സോങ് ഇപ്പം SK ഹോട്ട്സ്പോട്ടിൽ നമ്മൾ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ജസ്റ്റ് ഒന്ന് പാടാവോ? പൊലിയേ പൊലിയരെ പൊലിപ്പൂവേ പൂന്തുള്ളായ പുത്തൻ വേള
വളകൾ നട്ടേ കുട്ടയ്യ പൊൻവെയിലേ പുത്തി വിരിഞ്ഞ വേള 1000 പൂക്ക് പുത്തയ്യ അക്കൈയിൽ നെല്ലിക്ക ഇക്കൈയിൽ നെല്ലിക്ക എല്ലാരും മണ്ണറിഞ്ഞു വെതച്ചോ ചെലുള്ള പൂങ്കിന മിന്നുന്ന പൂങ്കിന 1000 വന്നതാണറിഞ്ഞോ കണ്ണിൽ പുത്തൻ വെള്ളം തുടിച്ചേ മണ്ണിൽ നട്ട വിത്തും മുളച്ചേ പുത്തൻ കരുത്തുള്ളിൽ കുരുത്തേ ബൊലിയേ ബൊലിയരെ ബൊലി പൂവേ പൂന്തുള്ളായ പുത്തൻ വിളകൾ നട്ടേ കുട്ടയ്യ. Wow, great. Thank you so much. Here come next song SK Hotspotil. കൂടെയുള്ളത് RJ സൂരജാണ്. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Hotspot. ആദി തൊട്ടയുണ്ട് വാനം കുന്നുഭൂമി നീലക്കടല് ഏതൊരാൾക്കുമായി ദൈവം കരുണയോടെ തന്ന മുതല് ഓ കോട്ടമാളിക കെട്ടിമന്നിടം വാഴുന്നോരേ കാടുചൊൽകയായി ജാഗ്രത കാട്ടുതീയല മാനത്തോളം എത്തിയേ ആരണച്ചിടാൻ ആളിടുന്നു തീയത ചങ്കിലോ പെരുമ്പറ ആരോ പറഞ്ഞിടുന്നു ജാഗ്രത ഓ കോട്ടമാളിക കെട്ടിമന്നിടം വാഴുന്നോരേ കാടുചൊൽകയായി ജാഗ്രത കാട്ടുതീയല മാനത്തോളം എത്തിയെ ആരണച്ചിടാൻ ആളിടുന്നു തീയത ചങ്കിലോ പെരുമ്പറ ആരോ പറഞ്ഞിടുന്നു ജാഗ്രത. പ്രിയമുള്ളവരെ, SK ഹോട്ട്സ്പോട്ടിൽ RJ സൂരജിനൊപ്പം ഞാൻ സന്നിധാനന്ദൻ. ഒന്നല്ല 2 പാട്ടുകൾ കാന്താരയിൽ പാടി ചലച്ചിത്ര പിന്നണി ഗായകൻ സന്നിധാനത്തിനാണ് SK ഹോട്ട്സ്പോട്ടിൽ RJ സൂരജിനൊപ്പം. ഇനി റാപ്പിഡ് ഫയർ ആണ്. ഒട്ടും ആലോചിക്കാതെ പെട്ടെന്ന് ഉത്തരം പറയണം. ഞാൻ ഒരാളുടെ ഫോട്ടോ ഇപ്പൊ കാണിക്കാൻ പോവാണ്. ഓക്കെ, ഇതാണ് ഫോട്ടോ. ഇതൊരു വല്ലാത്ത ചോദ്യമായിട്ടാ ശരിക്കും. സ്റ്റാർട്ട് നൗ. അയ്യോ, ഋഷഭ് ഷെട്ടി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്താരയില് ഋഷഭ് ഷെട്ടി സാറിന്റെ മുഖം ഓർമ്മ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഞ്ഞ ആ കോലത്തിന്റെ ആ ഫേസ് ഉള്ള ആ ഋഷഭ് ഷെട്ടി എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ഒരു മുഖവും ആ മുഖത്തോടൊപ്പം ഒരു മ്യൂസിക് ഉണ്ടാവും. ഈ പാട്ടും അല്ലെങ്കിൽ ഈ മ്യൂസിക്കും ഇതൊക്കെയാണ് ഋഷഭ് ഷെട്ടി സാറിനെ കുറിച്ച് ഓർമ്മ വരിക. യെസ്, ചോദ്യങ്ങൾ SK ഹോട്ട്സ്പോട്ടിൽ തീരുന്നില്ല. ഉത്തരങ്ങൾ പറയാൻ സന്നിധാനന്ദൻ ഇവിടെ നമ്മളോടൊപ്പം തന്നെ സ്റ്റുഡിയോയിൽ ഉണ്ടായിരിക്കും. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Hotspot. SK Hotspot on Sargakshetra 89.6 FM. This is me RJ Suraj. Rapid fire round നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ് സന്നിധാനന്ദനാണ്. കാന്താരയിലെ 2 പാട്ടുകൾ ചലച്ചിത്ര പിന്നണി ഗായകൻ സന്നിധാനന്ദൻ. റാപ്പിഡ് ഫയറിൽ ചില ഫോട്ടോ കാണുമ്പോൾ ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഉത്തരം പറയുന്നു ഞൊടിയിടയിൽ. റൈറ്റ് സനി, ഇപ്പോൾ ഒരു പാട്ട് ഞാൻ അങ്ങ് കേൾപ്പിക്കാൻ പോവാണ്. ജസ്റ്റ് ഹെഡ്സെറ്റ് വെച്ചോളൂ. യെസ്, ഈ പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞേ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ചിത്ര ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഇനി ഇതുപോലൊരു പാട്ടുകാരിയെ കിട്ടുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിത്ര ചേച്ചി ഒരു പാട്ടുകാരി മാത്രമല്ല, നമ്മളെയൊക്കെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. ചിത്ര ചേച്ചിയുടെ ആ ചിരി പോലെ തന്നെയാണ് ചിത്ര ചേച്ചിയുടെ മനസ്സും എന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും നമുക്ക് കിട്ടുന്ന ഒരു തുകയിൽ നിന്നും മറ്റുള്ളവർക്കുമായിട്ട് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് പൈസ മാറ്റി വെക്കുന്ന ഒരു കലാകാരി കൂടിയാണ്. കൃത്യമായിട്ട് പലർക്കും മാസാമാസം പെൻഷൻ കൊടുക്കുന്ന ഒരാളും കൂടിയാണ്. പിന്നെ അതുപോലെ ചിത്ര ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ എന്താ പറയാ, ചിത്ര ചേച്ചി എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്.
ഹനുമാൻ സ്വാമിയുടെ ഹൃദയത്തിൽ ശ്രീരാമചന്ദ്രൻ ഉള്ളതുപോലെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഹൃദയം പൊളിച്ചു നോക്കി കഴിഞ്ഞാൽ ചിത്ര ചേച്ചി ഉണ്ടാവും, ദാസേട്ടൻ ഉണ്ടാവും, ജയേട്ടൻ ഉണ്ടാവും, അങ്ങനെ ഒത്തിരി ഒത്തിരി പാട്ടുകാരുണ്ടാവും. ചിത്രേച്ചി എന്താ പറയാ, എല്ലാ വർഷത്തിലും എൻ്റെ ജന്മദിനം ഓർത്തു വെച്ച് മെസ്സേജ് അയക്കാറുള്ള ചേച്ചിയാണ്. കാണുമ്പോൾ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്ന, പുതിയ പാട്ടുകളൊക്കെ പാടി എന്ന് ചോദിക്കുന്ന, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ തിരക്കുന്ന ഒരാളാണ് ചിത്രചേച്ചി. നമ്മുടെ എല്ലാമാണ്. റാപ്പിഡ് ഫയർ റൗണ്ടിൽ SK ഹോട്ട്സ്പോട്ടിൽ സന്നിധാനന്ദൻ 2 ആളുകളുടെ ഒരാളുടെ ഫോട്ടോയും ഒരാളുടെ ശബ്ദവും കേട്ടപ്പം തിരിച്ചറിഞ്ഞ് വേഗം മറുപടി പറഞ്ഞു. ഇനി നമുക്കിത് 1-2 പേരെ കൂടി കാണിക്കാനും ചോദിക്കാനൊക്കെ ഉണ്ട്. റാപ്പിഡ് ഫയർ റൗണ്ട് നമുക്ക് തുടരും. SK ഹോട്ട്സ്പോട്ടിൽ ടുഡേസ് നമ്മളുടെ ഗസ്റ്റ് സന്നിധാനന്ദനാണ്, ചലച്ചിത്ര പിന്നണി ഗായകൻ. ദിസ് ഇസ് മി RJ സൂരജ്. കീപ് ലിസണിംഗ്. സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. Yes, welcome back to the show. SK Hotspot on Sargakshetra 89.6 FM. ഈ സൺഡേ കൂടെ RJ സൂരജ് ആണ്. SK ഹോട്ട്സ്പോട്ടിൽ നമ്മളുടെ അതിഥി സന്നിധാനന്ദൻ, ചലച്ചിത്ര പിന്നണി ഗായകൻ. സന്നി, ഇനിയിപ്പം ഞാനൊരു ക്ലൂ തരാൻ പോകും. 1-2 ക്ലൂ പറയും. ആ ക്ലൂവിൽ നിന്ന് ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ആളെക്കുറിച്ചുള്ള ഓർമ്മ പെട്ടെന്ന് പറയണം. വളരെ സ്പീഡിലായിരിക്കും ഞാൻ ക്ലൂ പറഞ്ഞു പോവുക. 1963 ജനനം. സംഗീത സംവിധായകനാണ്. സംഗീത മേഖലകളിൽ കൈവയ്ക്കാത്ത മേഖല വേറെ ഇല്ല. ഇപ്പം മ്യൂസിക് ആണെങ്കിലും ലിറിക്സ് ആണെങ്കിലും അതോടൊപ്പം തന്നെ റെക്കോർഡിംഗ്സ്റ്റ് ആണെങ്കിലും അങ്ങനെ പല പല മേഖലകൾ. കലൈമാമണി പുരസ്കാരം നേടിയിട്ടുണ്ട്. 2004 നാഷണൽ അവാർഡ് സ്വര അഭിഷേകം എന്ന തെലുങ്കു മൂവി. നീലത്താമരയും പ്രണയവർണ്ണങ്ങളും ഡയമണ്ട് നെക്ലേസും ഇദ്ദേഹത്തിൻ്റെ മറക്കാത്ത മലയാളികൾക്ക് നൽകിയ സമ്മാനം. വിദ്യാസാഗർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, വിദ്യാജി അദ്ദേഹത്തിന്റെ പല പല പാട്ടുകളും കേട്ടാണ് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഓണം ആഘോഷിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഓണത്തിന് പൂ പറിക്കാൻ പോകുമ്പോൾ ദാസേട്ടൻ പാടിയിട്ടുള്ള വിദ്യാജിയുടെ ഓണപ്പാട്ടുകൾ. അതുപോലെ തന്നെ വിദ്യാജി നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് മധുരമുള്ള ഓർമ്മകളെയൊക്കെ ഒളിപ്പിച്ചു വെക്കുന്ന കുറേ പാട്ടുകൾ തന്നിട്ടുള്ള വലിയ സംഗീത സംവിധായകൻ. ഇപ്പോ ദേവദൂതൻ എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളോടൊപ്പം എന്തരോ മഹാനുഭാവലു പോലെ സിംഫണി നമ്മൾ പിന്നെ വേറെ ആരും ഒരുക്കിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോ അദ്ദേഹത്തെയൊക്കെ ഒന്ന് കാണണം എന്ന് മാത്രമേ ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, അദ്ദേഹത്തെ കാണണമെന്ന് ഞാൻ സാറിനെ കാണണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ 4 വരി അങ്ങയുടെ സംഗീത സംവിധാനത്തിൽ അങ്ങയുടെ മുമ്പിൽ ഒന്ന് പാടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് കാല് തൊട്ട് തൊഴുതാണ് പോകുന്നത്. വിദ്യാജിയൊക്കെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗീത സംവിധായകൻ, മലയാളിക്ക് ഒരുപാട് കടപ്പാടുള്ള ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് വിദ്യാജി സാർ. ഇനി നമ്മൾ SK ഹോട്ട്സ്പോട്ടിൽ അടുത്ത പാട്ട് എൻജോയ് ചെയ്യാൻ പോവാണ്. സന്നിധാനന്ദൻ ഇവിടെ തന്നെ ഉണ്ടാവും നമ്മളോടൊപ്പം വിശേഷങ്ങളുമായി. SK ഹോട്ട്സ്പോട്ടിൽ ഓൺ സർഗക്ഷേത്ര 89.6 FM. ഇനി ഒരാളെ കൂടി എനിക്ക് ചോദിക്കാനുണ്ട്, കാണിക്കാനുണ്ട്. അപ്പോൾ ആ ആളെക്കുറിച്ച് സന്നിധാനന്ദൻ എന്ത് പറയും, അതാരായിരിക്കും? വെയിറ്റ് ഫോർ ദാറ്റ്. ദിസ് ഇസ് മീ RJ സൂരജ് ഓൺ SK ഹോട്ട്സ്പോട്ട് 89.6 FM സർഗക്ഷേത്ര. SK Hotspot. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സന്നിധാനന്ദൻ. പാട്ടുകാരൻ മാത്രമല്ല, ഒരു റേഡിയോ ജോക്കിക്കുള്ള കാര്യങ്ങൾ കൂടി അറിയാം. ഇത് സന്നിധാനന്ദനാണ് നമ്മളോടൊപ്പം ഈ ഒരു ദിവസം സൺഡേ SK ഹോട്ട്സ്പോട്ടിൽ ഓൺ സർഗക്ഷേത്ര 89.6 FM. ചിത്രചേച്ചിയെ കുറിച്ച് ആ ശബ്ദം കേട്ടപ്പോഴേക്കും ഐഡന്റിഫൈ ചെയ്തു. ഋഷഭ് ഷെട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ 100 നാക്കായിരുന്നു. ഓഫ് കോഴ്സ് ക്ലൂ തന്ന സമയത്ത് വിദ്യാസാഗർ എന്ന മ്യൂസിക് ഡയറക്ടറെ തിരിച്ചറിഞ്ഞു, അനുഭവങ്ങൾ പങ്കുവച്ചു. ഇതൊക്കെ കേൾക്കുന്ന മറ്റൊരാൾ, ചേട്ടാ ഞാനും കഷ്ടപ്പെട്ടിട്ടല്ലേ താങ്കൾ ഇതുവരെ എത്തിയത്, എന്നെ മാത്രം ഓർമ്മയില്ലേ എന്ന് ചോദിച്ചാൽ ഭാര്യ. ഓർമ്മയിലേക്ക് വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞേ. അവര് വളരെ സപ്പോർട്ടാണ് എനിക്ക്. കാരണം പലപ്പോഴും നമ്മൾ നിരാശയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും, ഒരുപാട് എന്താ പറയാ, ഒരുപാട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. നമ്മുടെ ജീവന്റെ ഭാഗം കൂടിയാണ്. ഇനി ഞാൻ അവരെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും എനിക്ക് കിട്ടിയ ഞാൻ വളരെ വളരെ സംതൃപ്തനാണ്. എൻ്റെ ഭാര്യ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നു. എൻ്റെ നിരാശകൾക്കൊപ്പം നിന്ന് എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് പോസിറ്റീവിലേക്ക് നയിക്കുന്നു. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ വെടിപ്പായിട്ട് ചെയ്യുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യുന്നു.
അങ്ങനെ ഇങ്ങനെ പോകുന്നു. പിന്നെന്താ പറയാ, ഓരോ പുരുഷന്റെയും ജീവിതത്തില് ഒരു സ്ത്രീ ഉണ്ടാവും. അതായത് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പുരുഷനിലേക്ക് പോകുമ്പോൾ തന്നെ മാറുമ്പോൾ തന്നെ അതുവരെ സ്വന്തം അമ്മയായിരിക്കും. അതിനുശേഷം പിന്നെ നമ്മളെ ആ ഊർജത്തോടു കൂടെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ഭാര്യയായിരിക്കും. അപ്പോഴും അമ്മയായിട്ട് നിൽക്കുകയും ഭാര്യയായിട്ട് നിൽക്കുകയും ചെയ്യുകയും നമുക്ക് വലിയ മാതൃകയാണ്. നമ്മുടെയൊക്കെ വിജയത്തിന്റെ പിന്നിലെ നെടുംതൂണുകളാണ് ഇവര് രണ്ടുപേരും, അച്ഛനും ഉൾപ്പെടെ. ഓൾറൈറ്റ്, ഇപ്പോൾ സണ്ണിയുടെ വൈഫ് ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. കാര്യം പുള്ളിക്കാരി വിചാരിക്കുന്നത് എല്ലാവരെ കുറിച്ചും പറഞ്ഞു, എന്നെ കുറിച്ച് മാത്രം പറഞ്ഞില്ല, ചോദിച്ചില്ല എന്നുള്ളത്. എനിവേ, താങ്ക് യു സോ മച്ച്. നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. ഇത് SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു ദി ഷോ. SK ഹോട്ട്സ്പോട്ട് ആണ് സർഗക്ഷേത്ര 89.6 FM. ദിസ് ഇസ് മീ RJ സൂരജ്. ഇന്ന് സൺഡേ. നാളെ നമ്മൾ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്, ദീപാവലി ആഘോഷത്തിലേക്ക് പോവുകയാണ്. പട്ടക്കം പൊട്ടുന്ന രീതിയിൽ പാട്ടുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഈ ദിവസം കൂടെ സന്നിധാനത്തിനാണ്. ചലച്ചിത്ര പിന്നണി ഗായകൻ. കാന്താരയിൽ ഒന്നല്ല 2 പാട്ടുകൾ. സന്നിധാനത്തൻ, ഞാൻ പാടാത്ത പാട്ടുകൾ ഞാൻ കേൾക്കും എന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും സന്നിധാനത്തിന്റെ മറുപടി? അത് നമുക്ക്, ഞാൻ ഒബ്സർവ് ചെയ്യുന്ന പാട്ടുകാരെന്ന് പറഞ്ഞാൽ അത് കുറേ ഉണ്ട്. അതിപ്പോ നിലവിലിപ്പോൾ എത്തി നിൽക്കുന്ന പുതിയ സിംഗേഴ്സിനെ വരെ ഞാൻ പാട്ട് വരെ കേൾക്കാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ MK ത്യാഗരാജ ഭാഗവത സാറിന്റെ MK ത്യാഗരാജ പേര് നമ്മുടെ സാറ് കൂട്ടി പറയുന്നത് ഒരു അഭംഗിയായിട്ട് തോന്നാം. എങ്കിലും നമ്മളെ പേരിന്റെ ഒപ്പം അങ്ങനെ ഒരു റെസ്പെക്ട് ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. അത് ഒരിക്കലും അത് അതിവിനയം കൊണ്ടല്ല. അപ്പം MKT എന്ന് നമ്മൾ കേൾക്കുന്ന കൃഷ്ണ മുകുന്ദ മുരാരേ ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. അദ്ദേഹത്തിന്റെ തന്നെ മന്മദലീലകൾ വെൻറാലുണ്ടോ, അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരാള്. പിന്നെ നന്ദനാർ എന്ന് പറഞ്ഞ ഒരു സിംഗറുണ്ട്. ഒക്കെ ഭയങ്കര എന്താ പറയാ, നമ്മുടെയൊക്കെ സിനിമാ കാലഘട്ടം തുടങ്ങുന്ന കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ് അവരൊക്കെ. പിന്നെ ഷീർഗാഴി, അദ്ദേഹത്തിന്റെ വിനായകനെ വിനൈ തീർപ്പവനെ വേഴമുഖത്തോനെ ஞால മുതൽവനെ, ഇതൊക്കെ തമിഴ് അതിൽ എനിക്കിഷ്ടമുള്ള പാട്ടുകാരുമാണ്. അദ്ദേഹത്തിന്റെയാണ് ഉള്ളത്തിൽ നല്ല ഉള്ളം ഉറങ്ങാതെന്നത് മന്നവൻ വകുത്തതടാ കർണ ഒരുവതേ. അങ്ങനെ അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകൾ അങ്ങനെ പോകും. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം TM സൗന്ദരരാജൻ. நானாயிட்டால் அது நடந்து விட்டால் இந்த ஏழைகள் வேதனை படமாட்ட உயிருள்ளவரை ஒரு துன்பமில்லை அவர் கண்ணீர் கனലിலே വിടമാട്ടാ. അപ്പം അങ്ങനെ ആളോട്. പിന്നെ അങ്ങനെ കുറെ ആൾക്കാർ തമിഴിലുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ദാസേട്ടന്റെ പാട്ടുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അത് ഏകദേശം നമ്മുടെ ഉത്സവ ഗാനങ്ങളും പ്രേമഗാനങ്ങളും നോൺ ഫിലിമി ആയിട്ടുള്ള ദാസേട്ടൻ പാടിയ പാട്ടുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സ്ഥിരം കേൾവിയിലുള്ള പാട്ടുകൾ. പിന്നെ നമ്മുടെ രാജസാറിന്റെ സംഗീത സംവിധാനത്തിലുള്ള മറ്റ് സിംഗേഴ്സുകൾ പാടിയ പാട്ടും രാജസാറിന്റെ മാത്രം പാട്ടുകളുടെ ഒരു കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. ആള് പാടിയിട്ടുള്ള അതും എനിക്കിഷ്ടമാണ്. പിന്നെ എനിക്ക് അതായത് മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ പാടുന്നവരിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ രാജസാറാണെങ്കിലും MS വിശ്വനാഥൻ സാറാണെങ്കിലും കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം. അപ്പൊ ആ സിംഗിങ് സ്റ്റൈലും ഇതൊക്കെ കേട്ട് പഠിക്കലും ഇതൊക്കെ ഫോളോ ചെയ്യലും. ഇപ്പൊ ഹിന്ദിയിലാണെങ്കിലും SD ബർമൻ സാറിന്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്. ഹിന്ദിയിൽ അതുപോലെ അതായത് രാജസ്ഥാനിലും ഇങ്ങനെ കുറെ സ്ഥലങ്ങളിലുള്ള ബാവുൾ മ്യൂസിക് കേൾക്കാറുണ്ട്. സൂഫി സോങ്സുകൾ കേൾക്കാറുണ്ട്. പിന്നെ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ
ഒക്കെ കേൾക്കുകയും പാടുകയും പഠിക്കുകയും പിന്നെ ഗസൽ ഉള്ള പാട്ടുകൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പം സംഗീത ശ്രേണിയിലുള്ള എല്ലാ ശാഖകളിലെയും പാട്ടുകളും പാട്ടുകാരെയും എനിക്കിഷ്ടമാണ്. അത് ഇന്ന വ്യക്തികളൊന്നുമില്ല, എല്ലാവരെയും എനിക്കിഷ്ടമാണ്. പിന്നെ നമ്മുടെ ജയേട്ടൻ്റെ ഹരിചന്ദനം നിറഞ്ഞ വൃന്ദാവനം, മുരളീരവ ഒഴുകും വൃന്ദാവനം, അന്ധതയ്ക്കുള്ളിലെ ബന്ധനത്തിൽ നിന്നും അന്ധന് കാഴ്ച നൽകും വൃന്ദാവനം, ഊമകൾക്ക് നാവു നൽകും വൃന്ദാവനം, അവർ നാവെടുത്ത് നാമം ചൊല്ലും വൃന്ദാവനം, കണ്ണൻ സന്നിധാനം, കണ്ണൻ സന്നിധാനം, കണ്ണൻ സന്നിധാനം. ജയേട്ടന്റെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. ഞാൻ അങ്ങനെ 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 എല്ലാവരെയും, പുതിയ ശ്രേണിയിലുള്ള എല്ലാവരെയും എനിക്കിഷ്ടം. ഇന്ന വ്യക്തികളൊന്നുമില്ല. ആരൊക്കെ പാട്ട് പാടുന്നുണ്ടോ, ഒരു ശ്രുതി വെച്ച് ശ്രുതി ഇല്ലാതെയും ഒരു പാട്ട് പാടുന്നുണ്ടോ, ഞാൻ അതവിടെ ഇരിക്കും, ഞാനത് കേൾക്കും. അത്രയാണ്. റൈറ്റ്. മറ്റുള്ളവരുടെ പാട്ടുകൾ കേൾക്കാൻ, മറ്റുള്ളവർ പാടുന്നതിൽ നിന്ന് തനിക്ക് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുകയും കണക്ക് കൂട്ടുകയും ചെയ്യുന്ന ഒരാൾ, സൗഹൃദങ്ങൾക്ക് ഒത്തിരി വാല്യൂ കൊടുക്കുന്ന ഒരാൾ സന്നിധാനത്തിനാണ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ RJ സൂരജിനൊപ്പം സ്റ്റുഡിയോയിൽ. യെസ്, യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. നെക്സ്റ്റ് ട്രാക്ക് എൻജോയ് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് മൂഡുള്ള പാട്ടാണ് സണ്ണി ഇനി വെക്കാൻ പോകുന്നത്. 3, 2, 1. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. You are listening to സർഗക്ഷേത്ര 89.6 FM ഇന്ന് സൺഡേ. ഈ ടൈമിൽ SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് മീ RJ സൂരജ്. ഈ ഞായറാഴ്ച ദീപാവലിയുടെ തലേനാൾ നമ്മളോടൊപ്പമുള്ള ഗസ്റ്റ് ചലച്ചിത്ര പിന്നണി ഗായകൻ സന്നിധാനന്ദനാണ്. സന്നി, നമുക്ക് പറയുമ്പം കേൾക്കുമ്പം ചിലപ്പോൾ വിഷമം ഉണ്ടാകും. ഒട്ടുമിക്ക മലയാളികൾക്കും വിഷമമുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഇന്നും നമ്മളുടെ കാതുകളിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങും. 9 കൊല്ലമായി അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട്. യെസ്, കലാഭവൻ മണി എന്ന് പറയുന്ന വലിയൊരു അതുല്യ പ്രതിഭ. മണിച്ചേട്ടനെ കുറിച്ച്, മണിച്ചേട്ടൻ്റെ പാട്ടുകളെ കുറിച്ച് നമ്മുടെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പാട്ടുകാരൻ, സിനിമാ നടൻ, നമ്മുടെയൊക്കെ സ്വന്തം ഒരു ചേട്ടൻ, നമ്മളെ ഇടമോനെ എന്ന് വിളിച്ച് നമ്മളെപ്പോഴും ചേർത്ത് വിളിക്കുന്ന, നമ്മുടെ തോളത്ത് കൈയിട്ട് നമ്മളെ സ്നേഹപൂർവ്വം വിളിക്കുന്ന നമ്മുടെ മണിച്ചേട്ടനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. മണിച്ചേട്ടന്റെ പാട്ടുകളും ആണെങ്കിലും, ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചേലാണ്ടി. അവനെ മണിച്ചേട്ടന്റെ പാട്ടും പറച്ചിലുകളും തമാശയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ പാട്ടിന്റെ ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ്. റൈറ്റ്. വമ്പൻ ഹിറ്റ് കാന്താരയിൽ 2 പാട്ട്, ഒന്നല്ല 2 പാട്ടുകളാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പാടിയിട്ടുള്ളത്. 2ഉം ക്ലിക്കാണ്. ഒട്ടനവധി ഫാസ്റ്റ് നമ്പറുകളും സന്നിധാനന്ദൻ പാടിയിട്ടുണ്ട് ചലച്ചിത്ര പിന്നണി ഗായകൻ എന്ന നിലയ്ക്ക്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഏത് എന്ന് ഇപ്പം ഞാൻ ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കും? പിന്നെ പാടിയ പാട്ടുകളിൽ എല്ലാ പാട്ടുകളോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരത് സാറിന്റെ കളിയരങ്ങിൽ ഒരു ചിരിയരങ്ങിൽ ഒരു മണി മുഴങ്ങി, നാട്ടുകൂട്ട കാതിലേക്ക് 4 ദിക്കിൻ കണ്ണിലേക്ക്, കുറവനെത്തി കുറത്തിയെത്തി കൂത്താടി കൂട്ടവും എത്തി, അങ്ങനെ ഒരു പാട്ടാണ് ശരത് സാറിന്റെ പടത്തില് ആദ്യമായിട്ട് ഞാൻ പാടാം. എനിവേ, സന്നിധാനന്ദൻ പാടിയിട്ടുള്ള വെരി ബ്യൂട്ടിഫുൾ ട്രാക്ക് എൻജോയ് ചെയ്യാൻ നമുക്ക് സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ടിൽ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സന്നിധാനന്ദൻ. ഓൾറൈറ്റ്, SK ഹോട്ട്സ്പോട്ട് ആണ് സർഗക്ഷേത്ര 89.6 FM കൂടെ RJ സൂരജും. ഫൈനലി ഇനിയുള്ള വർക്കുകളെ കുറിച്ച് സന്നിധാനന്ദൻ നമ്മളോട് പങ്കുവെക്കൂ. എന്തൊക്കെയാണ് ഇനി വരാനുള്ള വർക്കുകൾ, ഏതൊക്കെയാണ് എന്നുള്ളത്? ഇനി ഇറങ്ങാനുള്ള ഗോപി സുന്ദർ അദ്ദേഹത്തിന്റെ പടത്തില് കൊറേ ഗജ്ജ എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. അതിന്റെ 5 ഭാഷകളിലായിട്ട് 6 പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഇത് ഏറ്റവും ആദ്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, എൻ്റെ സുഹൃത്ത് പ്രതീഷ് ദീപുവിന്റെ ഒരു സിനിമയിലാണ് ഞാൻ ആദ്യം തെലുങ്ക് പാട്ട് പാടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്നിലേക്ക് വരുന്നത് സന്തോഷ് നാരായണൻ സാറിന്റെ ജഗമേ തന്തിരത്തിന്റെ തെലുങ്ക് വേർഷനിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. അയ്യോ അപ്പുടേ നൂറേള്ളൂ നിണ്ടിപ്പോയായോ മാക്കേമോ റംബങ്കോത്തേ മികിളിന്തയ്യാ ഓ മാട്ടയിന ചെപ്പക്കുണ്ട, അങ്ങനെ ഒരു പാട്ടാണ് പാടിയത്.
അത് കഴിഞ്ഞിട്ടാണ് എന്നിലേക്ക് പുഷ്പ 2 മുമ്പ് തങ്കലാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പാടുന്നത്, GV പ്രകാശ് സാറിന്റെ. അത് എൻ്റെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാനും ഷിക്കയും കൂടിയിട്ടാണ് പാടിയത്. പിന്നെയാണ് പുഷ്പ 2 വരുന്നത്. കാളി കരാളി ദേവി, ആ കാളി കരാളി ദേവി പച്ചോല ചല ചുട്ടി വെള്ളാമ്പൽ ചൂടി വന്ന്, അങ്ങനെ ഒരു സിജു തുറവൂരിന്റെ വരികളിൽ ഞാണ് ആ പാട്ട് പാടിയത്. പിന്നെയാണ് ഈ പടം വരുന്നത്. അത് കാന്താര എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു അടയാളപ്പെടുത്തലാണ് എൻ്റെ ജീവിതത്തിലെ. പിന്നെ ബിജിപാൽ സാറിന്റെ പടത്തില് കുറെ പാട്ടുകൾ പാടിയതിൽ ഗോഡ്സെ എന്ന് പറഞ്ഞ സിനിമയില് ശങ്കരൻ എന്തിയടാ അവൻ ഇപ്പോഴും തെങ്ങേല, അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ബിജിപാൽ സാറിന്റെ കാലാപെരുങ്കാല പിന്നെ കാണാൻ പരലോകം കാണാൻ ഞങ്ങളില്ലേ, ഈ ലോകം ജോറാണം വമ്പമ്പോ ആ ലോകം പോറാ ഞങ്ങളില്ലേ, അങ്ങനെ ഒരു പാട്ട്. പിന്നെ ഗോപി സുന്ദർ അദ്ദേഹത്തിന്റെ പടത്തിലെ പാട്ട്, അദ്ദേഹം എന്നെ വെച്ചൊരു ഭക്തിഗാനം ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ കൈയും പിടിച്ച് അടിയും വെച്ച് അയ്യപ്പ സന്നിധാനന്ദൻ ഇവനൊരു ശരണം ഇവിടെ നീയല്ലയോ, അങ്ങനെ BK ഹരിനാരായണന്റെ വരികളില് ഗോപി ചേട്ടൻ സംഗീത സംവിധാനം നിർവഹിച്ച് ഞാൻ അങ്ങനെ ഒരു അയ്യപ്പ ഭക്തിഗാനം പാടിയിട്ടുണ്ട്. കുറെ പാട്ടുകൾ പാടാൻ പറ്റി, ഇനിയും പാടണമെന്ന് തന്നെയാണ് ആഗ്രഹം. എനിവേ സന്നിധാനത്തൻ, താങ്ക് യു സോ മച്ച്. സർഗക്ഷേത്ര 89.6 FM നമ്മളുടെ SK ഹോട്ട്സ്പോട്ടിൽ ഈ വീക്കിൽ ഗസ്റ്റായിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഐ ഹോപ്പ് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് ടീം സർഗക്ഷേത്രയുടെ. താങ്ക് യു. 89.6 FM സർഗക്ഷേത്ര.